അങ്ങനെ ഡേ 5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം കിട്ടുന്നു. എന്നാൽ അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് നോർമലി ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു സംഖ്യയെ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കോ. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം കിട്ടണം. അപ്പോൾ 88 സംഖ്യ വിചാരിച്ചോ. 88നെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുകയാണ്. 88നെ 10 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 8 വട്ടം 8 × 10 80 ശിഷ്ടം 8 കിട്ടിയല്ലോ. അതേ സംഖ്യയെ 88 കൊണ്ട് തന്നെ 88നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണ്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടണം? 8 ഒരു വട്ടം 5 3 എഴുതി 38 38 7 വട്ടം 7 × 5 35 റിമൈൻഡർ 3. ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 കിട്ടിയല്ലോ. സോ നോക്കിയേ, ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഹരിക്കാൻ നിൽക്കുക. ഒന്നാമത് നമുക്ക് സംഖ്യ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം കിട്ടുന്നു. എന്നാൽ അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ശിഷ്ടം ഉണ്ടല്ലോ 8 ഹരിക്കണം 5 8 ഹരിക്കണം 5 എന്താണ്? റിമൈൻഡർ 3 അല്ലേ? റിമൈൻഡർ ശിഷ്ടം 3 അല്ലേ? അതന്നല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ. സോ ഇങ്ങനെ ഹരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ 10ഉം 5ഉം ഫാക്ടേഴ്സ് ആയിരിക്കണം, ഡിവിസിബിൾ ആയിരിക്കണം. ഈ 10ഉം 5ഉം ഫാക്ടേഴ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടീഷൻ മാത്രം ഓർത്ത് വയ്ക്കാൻ മതി. ഈ 10ഉം ഈ 5ഉം എന്താണ്? ഡിവിസിബിൾ ആയിരിക്കണം, ഫാക്ടേഴ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, പെട്ടെന്ന് ഫാസ്റ്റ് ആയി നോക്കിയേ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം കിട്ടുന്നു. എന്നാൽ അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് വെച്ചാൽ സംഖ്യയൊന്നും നമുക്കറിയില്ല. സംഖ്യേനെ പറ്റി നമുക്കൊരു ധാരണയുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സംഖ്യ ആദ്യം ഹരിച്ച സംഖ്യയും രണ്ടാമത് ഹരിക്കാവുന്ന സംഖ്യയും ഫാക്ടേഴ്സ് ആണെന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യത്തെ ശിഷ്ടത്തിന് എന്ത് ചെയ്യുക? അത് വെച്ച് ഹരിച്ചാൽ മതി. ഇത് വെച്ച് ഹരിച്ചാൽ 8 ഹരിക്കണം 5 റിമൈൻഡർ 3. എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ശരിയല്ലേ? ഒരു സംഖ്യ എക്സാമ്പിൾ നമ്മൾ 88 എടുക്കുകയാണ്. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 × 10 80 റിമൈൻഡർ 8. സോ 88നെ അതേ സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണ്. 17 × 5 സോ 38 35 ശിഷ്ടം 3 അല്ലേ? കറക്റ്റല്ലേ കിട്ടിയത്? അപ്പോൾ എന്താ കണ്ടീഷൻ? തന്നിരിക്കുന്ന ഹാരകങ്ങൾ, അതായത് 10ഉം 5ഉം ഫാക്ടേഴ്സ് ആയിരിക്കണം. ഈ രണ്ട് സംഖ്യകൾ ഫാക്ടേഴ്സ് ആണെങ്കിൽ, ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ആദ്യത്തെ ശിഷ്ടത്തെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി. സോ റിമൈൻഡർ = 3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30നും 50നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എന്ത്? പ്രൈം നമ്പേഴ്സ് 30നും 50നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ നമുക്ക് അറിയണ്ടേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. നമുക്ക് എഴുതി കണ്ടുപിടിച്ച് കൂട്ടുതന്നെ വേണം. സോ 30നും 50നും എത്ര അഭാജ്യ സംഖ്യകളുണ്ട് നമുക്ക് അറിയണ്ടേ? 30നും 50നും എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 30 കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യ അടുത്ത ഏതാ? പ്രൈം നമ്പേഴ്സ് 31. 31 കഴിഞ്ഞാൽ 32 പറ്റില്ല, 33 പോകും, 34 പോകും, 35 പോകും, 36 പോകും, 37. സോ നെക്സ്റ്റ് 37. അത് കഴിഞ്ഞാൽ 30 കഴിഞ്ഞാൽ 38 ഡിവിസിബിൾ ആണ്. 39 13 × 3 ഡിവിസിബിൾ ആണ്. 40 41 പ്രൈം നമ്പർ അല്ലേ? 41 അഭാജ്യ സംഖ്യയല്ലേ? 41 കഴിഞ്ഞാൽ 43 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 47 അല്ലേ? 30നും 50നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 2 3 4 5 അഭാജ്യ സംഖ്യകളുണ്ട്. ഇവയുടെ തുകയല്ലേ ചോദിച്ചത്? പ്ലസ് ചെയ്യല്ലേ വേണ്ടത്? പ്ലസ് ചെയ്യല്ലേ വേണ്ടത്? തുക കണ്ടുപിടിക്കാൻ കൂട്ടിക്കോ, വേഗം കൂട്ടിക്കോ. 8 8 9 9 3 12 12 7 19 3 3 6 6 4 10 14 18 19 199. കൂട്ടാൻ അറിയില്ലേ എല്ലാവർക്കും? വളരെ ഫാസ്റ്റായി കൂട്ടാൻ അറിയില്ലേ? കൂട്ടി പഠിക്കുക. കൂട്ടാൻ അറിയാത്തവർ കൂട്ടി പഠിക്കുക. ഓക്കെ. സോ 30നും 50നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ തുക 30നും 50നും ഇടയ്ക്ക് 31 37 41 43 47 5 അഭാജ്യ സംഖ്യകളിലുള്ളത്. സോ അവയുടെ തുക എന്ത് ചെയ്യുക? കൂട്ടുക. 199 അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1² + 2² + 3² എക്സെട്ര + 20². അതായത് 1 മുതൽ 20 വരെ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക ചോദിച്ചതല്ലേ? 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയാണ് ചോദിച്ചത്. 1 മുതൽ 20 വരെ എണ്ണൽ സംഖ്യകളുടെ തുക വെച്ച് നമുക്കറിയാം. എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n × n+1/2 ആണെന്ന് നമ്മൾ പഠിച്ചാണ് നേരത്തെ. സോ ഇതെന്താണ്? എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയാണ്. എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക എന്താണ്? n × n+1 × 2n+1/6. n × n+1 × 2n+1/6 അങ്ങനെയല്ലേ?
ഇത് നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. അപ്പോൾ എന്താണ് ആവറേജ് എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n×n+1/2. എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയാണെങ്കിൽ എന്താണ് എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയാണെങ്കിൽ n×n+1 × 2n+1/6. ഇവിടെ എന്താണ് 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയല്ലേ. സോ n എന്താണ് 20 അല്ലേ. സോ 20 × n+1 എന്ന് പറയുമ്പോൾ 21 അല്ലേ. ഇൻറ്റു 2n+1 2 × 20 +1 ഡിവൈഡഡ് ബൈ 6 അല്ലേ. So 20 × 21 × 2 × 20 41 അല്ലേ. 41 ഡിവൈഡ് ബൈ 6 അല്ലേ. 41 ഡിവൈഡ് ബൈ 6 അല്ലേ. സോ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? 41 ഡിവൈഡ് ബൈ 6 അല്ലേ. വെട്ടിപ്പോവില്ലേ? 3 കൊണ്ട് വെട്ടാലോ. 3 കൊണ്ട് വെട്ടുമ്പോൾ 2 കൊണ്ട് വെട്ടാലോ. 10 3. ഇനി 3 കൊണ്ട് വെട്ടിക്കൂടെ. 3 കൊണ്ട് വെട്ടിക്കൂടെ. 3 കൊണ്ട് വെട്ടുമ്പോൾ 7. സോ 70 × 41 41 × 7 41 × 7 40 × 7 എത്രയാണ്? 280. ഒരു 7 കൂടി 287. ഒരു 0 2870. സോറി, ഞാൻ ക്യാമറ താത്തി പിടിച്ചു പോയി. എഴുതുന്ന സ്പീഡിൽ ഞാൻ ക്യാമറയ്ക്ക് നോക്കിയില്ല. ഓക്കെ. സോ 70 20 × 21 × 41 ഡിവൈഡ് ബൈ 6. ഓക്കെ ആണല്ലോ. 20 × 21 × 2 × 20 എന്ന് പറയുമ്പോൾ 40 40 + 1 41 41 ഡിവൈഡ് ബൈ 6 അല്ലേ. 6 2 കൊണ്ട് വെട്ടുമ്പോൾ 10 3. 7 3 കൊണ്ട് വെട്ടുമ്പോൾ 1 3 3 7 3 21. സോ 10 × 7 × 41 10 × 7 70 70 × 41. സോ 41 × 7 അല്ലേ ചെയ്താൽ പോരെ. 41 × 7 40 × 7 280. 4 7 28 280. ഒരു 7 കൂടി ഇല്ലേ. സോ 287. ഒരു 0 അല്ലേ. 2870. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 9 to 19 എന്നാണ്. 9 മുതൽ 19. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ കണ്ടിട്ട് ആരും സ്കിപ്പ് അടിച്ച് പോകണ്ട. മലയാളത്തിൽ ഞാൻ പറയാം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 9 to 19. അതായത് 9 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക കണ്ടുപിടിക്കാനാണ്. 9 മുതൽ 9 to 19 വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 9 to 19. നമുക്ക് 1 മുതൽ 1 to ആദ്യത്തെ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ 1 മുതൽ എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 1 എന്നല്ലേ. എണ്ണൽ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുക 1 എന്നല്ലേ. സോ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ് തുടർച്ചയായ 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം. n×n+1 × 2n+1 ഡിവൈഡ് ബൈ 6 ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ്? 9 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. 9 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 1 മുതൽ 19 വരെയാണ് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ പോരെ. ആദ്യം 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ പോരെ. 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കുറച്ചാൽ പോരെ. 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിച്ചിട്ട് അതിനെന്താണ് 1 മുതൽ 8 വരെയുള്ള 9 തൊട്ട് മുമ്പുള്ള 8 അല്ലേ. സോ 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടൂലേ. അപ്പോൾ എന്തായി? 9 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയായില്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 9 മുതൽ 19 വരെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം 1 മുതൽ 19 വരെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തൊട്ട് മുമ്പുള്ളത് 9 തൊട്ട് മുമ്പ് 8 അല്ലേ. 1 മുതൽ 8 വരെയുള്ളത് കുറയ്ക്കുക. സോ 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 19. n എന്ന് പറയുമ്പോൾ 19 അല്ലേ. n = 19. 19 ×
n+1 എന്ന് പറയുമ്പോൾ 20 ആയില്ലേ, 20 ഇൻറ്റു 2n+1 2 ഇൻറ്റു 19 38 38 + 1 39 ഡിവൈഡ് ബൈ 6 അല്ലേ, 6 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വെട്ടിപ്പോകുമ്പോൾ 2 കൊണ്ട് വെട്ടിക്കൂടെ? ആദ്യം 2 കൊണ്ട് വെട്ടുമ്പോൾ 3 10, 3 കൊണ്ട് വെട്ടിക്കൂടെ? 1 3 3 39 13 വട്ടം. സോ 130 ഇൻറ്റു 19 130 ഇൻറ്റു 19. ഓക്കെ, 20 ആണെങ്കിലോ? 20 ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 20 ആണെങ്കിൽ 2600 ആയിരിക്കും ആൻസർ അല്ലേ. സോ അതിൽ നിന്നൊരു 130 കുറച്ചാൽ പോരെ? അതിൽ നിന്ന് 130 കുറച്ചാൽ പോരെ? നമ്മൾ ആൻസർ ആയില്ല 2470. 130 ഇൻറ്റു 19 ചെയ്ത് മനസ്സിലായോ? 130 ഇൻറ്റു 19 130 ഇൻറ്റു 20 ആണെങ്കിൽ 130 ഇൻറ്റു 10 1300, 130 ഇൻറ്റു 20 2600. 2600 ഒന്ന് കുറച്ചാൽ 19 ആയില്ലേ, ഒരു 130 കുറച്ചാൽ പോരെ? സോ 2600 മൈനസ് 130 2470. ഓക്കെ, ഇനി 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്തായിരിക്കും? n = 8 അല്ലേ ഇവിടെ? 8 ഇൻറ്റു 8 + 1 9 ഇൻറ്റു 2 ഇൻറ്റു 8 + 1 2 ഇൻറ്റു 8 16 16 + 1 17 17 ഡിവൈഡ് ബൈ 6. വെട്ടിപ്പോകൂലേ? 2 കൊണ്ട് വെട്ടുമ്പോൾ 4 വട്ടം 3 വട്ടം 3 ഇൻറ്റു 3 3 9. സോ 4 ഇൻറ്റു 3 ഇൻറ്റു 17 12 ഇൻറ്റു 17 അല്ലേ, 10 ഇൻറ്റു 17 170 അല്ലേ, 170 അല്ലേ. 2 34 കൊണ്ട് കൂട്ടിയാൽ പോരെ? സോ 204 അല്ല ആൻസർ നമ്മളുടെ. സോ എന്താണ്? 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക നമുക്ക് കിട്ടി 2470 ആണ്. 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക നമുക്ക് കിട്ടി 204 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? 9 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയല്ലേ ചോദിച്ചത്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 9 to 19 എന്നല്ലേ ചോദിച്ചത്? 9 മുതൽ 19. അപ്പോൾ എന്താണ്? 9 മുതൽ 19 കിട്ടണമെങ്കിൽ 1 to 19 നിന്ന് എന്താണ്? 1 to 8 കുറച്ചാൽ പോരെ? 1 to 19 നിന്ന് 1 to 8 കുറച്ചാൽ 9 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയായില്ലേ. സോ എന്താണ്? 2470 മൈനസ് 204 കുറയ്ക്കുമ്പോൾ 6, വീണ്ടും 6, 4 2 പോയ 2 2266. 2266 അല്ലേ നമ്മുടെ ആൻസർ. സോറി, അപ്പോഴും തിരിഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കുക. 2470 മൈനസ് 204 2266. ഓക്കെ ആണല്ലോ.